ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ മോസ്റ്റ് എനർജറ്റിക് ക്രിക്കറ്റ് ഇൻ്റർവ്യൂ എപ്പിസോഡ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഖത്തർ ക്രിക്കറ്റിൽ സ്വന്തം സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത ഒരു ടീമിനെയാണ്. വൺ ഡ്രീം, വൺ പാഷൻ, വൺ ടീം. ഡ്യൂട്ടി കഴിഞ്ഞ് ജേഴ്സി ഇട്ട് അവർ ഗ്രൗണ്ടിലെത്തുന്നത് വെറും ഒരു ക്രിക്കറ്റ് സ്കോറിന് വേണ്ടി മാത്രമല്ല, അത് അവരുടെ ഒരു പാഷൻ കൂടിയാണ്. ഹായ്, 1-to-1 BCC ടീമിൻ്റെ മാനേജറാണല്ലേ ശരത്ത്. 13 വർഷം കൊണ്ട് മാനേജർ പോസ്റ്റിലാണല്ലേ. എങ്ങനെയാണ് ഈ ഒരു ടീമിനെ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇതിൽ കൊണ്ടുപോകുന്നത് മുന്നോട്ട്? 13 വർഷം മുമ്പ് നമുക്ക് ഏകദേശം ഒരു 40-45 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയി. അതിൽ പേര് പറയാനുള്ളത് നമ്മുടെ സേഫു, പിന്നെ തമ്പു, പിന്നെ സനൂഷ്, സിജു, ഗ്രോമിക്, സാമച്ചൻ, മേബ്ലേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ BCC വേണ്ടിയിട്ട്. പക്ഷെ അന്നത്തെ അതേ ബോണ്ടിങ്ങിൽ ഇപ്പോഴും ഒരുപാട് നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഏകദേശം ഒരു 35-40ഓളം പേര് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ടീമിൽ ഇപ്പോഴും ഉണ്ട്, 2 ടീമായിട്ട്. അപ്പോൾ ഇവരെ നമ്മൾ വെച്ചാൽ ഞാൻ മാനേജറാണെങ്കിലും ബോൾ പെറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രൗണ്ടിൽ കളിക്കാറില്ല എന്ന് വെച്ചാൽ ഈ വയസ്സ് ഇതായതുകൊണ്ട്. പക്ഷേ എന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് അടി അതാണ് ഇപ്പോഴത്തെ മെയിൻ. കളി ജയിച്ചില്ലെങ്കിൽ സൗഹൃദം അതാണ് ഈ കളി കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോട്ടലിൽ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഒരാഴ്ചത്തെ സ്ട്രെസ്സും ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് എല്ലാവരും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറി കൂടി അവരെ അടിപിടിയാക്കിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, വൈബ്, അത് ഒരിക്കലും മിസ്സാവില്ല. അതുകൊണ്ടാണ് ഈ ഇത്രയും വെയിലുണ്ടെങ്കിലും നമ്മളൊക്കെ ഇവിടെ ഓടിയെത്തുന്നത്. പിന്നെ നമ്മുടെ 1-to-1 മൻസൂറിനോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇങ്ങനത്തെ ഒരു ടീമിനെ സ്പോൺസർ ചെയ്തതിന്. ഇനിയും ഒരുപാട് കാലം സ്പോൺസർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ടീം സ്പിരിറ്റ് നിങ്ങൾ BCC എന്താണ് ടീം 1-to-1 അല്ലേ, അത് ഒരു ടീം സെലക്ഷൻ എന്ന് പറയുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഇതായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ആസ് എ മാനേജർ? മാനേജറെക്കാട്ടും കൂടുതൽ കയറ്റന്മാരാണ് തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് ചിലപ്പം വല്ല ഡ്യൂട്ടി ആയിരിക്കും, അല്ല ഇഞ്ചുറി ഉണ്ട്, അപ്പം നമുക്ക് കുറച്ച് ടാസ്ക് അല്ലേ. അപ്പോഴാണ് നമുക്ക് 11 പേരെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നതൊക്കെ ആണ്. എന്നിരുന്നാലും മാക്സിമം നമ്മൾ 11 പേര് ഇന്ന് നമ്മൾ കളി 2 റൺ ജയിച്ചു, നിങ്ങളിപ്പം കണ്ടല്ലോ. അതാണ് അതിൻ്റെ ടീം സ്പിരിറ്റ്. അതുപോലെ തന്നെ ഈ ടീമിൻ്റെ ഇത്രയും ആൾക്കാർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് പല സ്ഥലത്തുനിന്ന് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒക്കറയാണ് ഇവരവിടുന്ന് പല സ്ഥലത്തുനിന്ന് രാവിലെ ഓടിയെത്തുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ക്രിക്കറ്റിനോടും ടീമിനോടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളതാണ്. അത് എന്നും ഉണ്ടാവും നമ്മുടെ ടീമിന്. BCCൻ്റെ കൂടെ ചങ്കായിട്ട് ഇവിടെ ഉള്ള പോലത്തോളം ശരത്തും ഉണ്ടാവും മാനേജറായിട്ട്. താങ്ക് യു. ഹായ്, നമസ്കാരം. 1-to-1 ടീമിൻ്റെ ക്യാപ്റ്റനാണ് അല്ലേ. 1-to-1 ടീമിൻ്റെ ഒരു റെയർ നെയിമായിട്ടാണ് 1-to-1 എന്നുള്ളത്. അത് എന്താണ് അതിൻ്റെ സ്റ്റോറിൻ്റെ ഇത്, അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്?
ഈ 1-to-1 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ റെയറായിട്ടുള്ള ഒരു നെയിം തന്നെയാണ്. ഇത് നമ്മുടെ ഇടയിലുള്ള ഒരു യൂണിറ്റി, ഒരു ബോണ്ടിങ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ 1-to-1 എന്നുള്ള പേരിലാക്കി. അങ്ങനെയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ജേർണി, ഈ 1-to-1 ടീമിൻ്റെ ജേർണി എത്ര വർഷമായി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തോളമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് 13 വർഷമായി. ഞാനത് ജോയിൻ ചെയ്യുന്നത് 2018-ലാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിനകത്ത് നിന്നിട്ടൊന്ന് ഭയങ്കര ഒരു സപ്പോർട്ട്. അന്ന് മുതലേ നമ്മൾ വന്നപ്പോൾ മുതൽ കേൾക്കുന്ന 3-4 പേരാണ്. മാനേജർ ശരത്തേട്ടൻ, ക്യാപ്റ്റൻ സാജൻ, പിന്നെ ബിനു, അങ്ങനെ അഭിലാഷ്, കുറേ പേരുണ്ട്. പിന്നെ എല്ലാ കട്ട സപ്പോർട്ടായിട്ട്. പിന്നെ നമ്മുടെ മൻസൂർക്ക, നമ്മുടെ ടീമിൻ്റെ എല്ലാമായ മൻസൂർക്ക സപ്പോർട്ടായിട്ട്. പിന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് എണ്ണം കൂടി ഇപ്പം ഏകദേശം ഒരു 30-35 പേരുള്ള ഒരു ടീമായിട്ട് വളർന്നു വന്നിരിക്കും. ഹായ്, നമസ്കാരം. പിന്നെ 1-to-1 BCCൻ്റെ ക്യാപ്റ്റനാണ് അല്ലേ റഷാദ്? അപ്പം നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ട് ഫെസിലിറ്റീസും കേരളത്തിലുള്ള ഗ്രൗണ്ട് ഫെസിലിറ്റീസ് തമ്മിലുള്ള എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്? കമ്പാരിസൺ നമ്മുടെ നാട്ടിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നമ്മളതായിട്ടുള്ള പറമ്പുകളോ അല്ലെങ്കിൽ ചെറിയ സ്റ്റേഡിയംസൊക്കെ നമുക്ക് ഉണ്ടാകും. ഇവിടെ കുറേ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇത് നമ്മൾ വന്നിട്ട് നമ്മൾ കുറച്ച് നല്ല സ്ഥലം കണ്ടെത്തി നമ്മൾ പിച്ചിട്ട് കളിക്കലാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ വലിയ, അതായത് നമ്മൾ ഗ്രൗണ്ട് വൃത്തിയായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഗവൺമെൻറ് നമുക്ക് ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് മേക്ക് ചെയ്തെടുക്കണം. നമ്മളെ നാട്ടിലാകുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് പിച്ച് അല്ല ഉപയോഗിക്കൽ, നമ്മളെ മഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ കുറച്ച് റഫ് പ്ലേസ് ആയതുകൊണ്ട് കളിക്കാനുള്ള സൗകര്യത്തിന് നമ്മൾ കോൺക്രീറ്റ് പിച്ച് ചെയ്ത് നമ്മളൊന്ന് നമ്മുടെ ടീമിൻ്റെ ബഡ്ജറ്റൊക്കെ നോക്കി ഒന്ന് റോൾ ചെയ്ത് എല്ലാവരും സ്വന്തമായിട്ട് തന്നെ നമ്മളിതെല്ലാം ചെയ്തെടുക്കണം. പിന്നെ ഇതൊരു ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. അപ്പോൾ അതിനൊരു കൂടുമ്പോൾ ഒരു കൂട്ടായ്മ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ടീംസും ഇങ്ങനെ പിച്ച് ഉണ്ടാക്കി തന്നെയാണ് ഇവിടെ കളിച്ചു പോകുന്നതും, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടായിരിക്കും രാവിലെയും വൈകുന്നേരവും ശനിയാഴ്ചയൊക്കെ ആയിട്ട് കളിച്ചു പോകുന്നത്. അതാണ് ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. മറ്റേ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും ഈ മഡ് ഗ്രൗണ്ട് ആകുമ്പോൾ. ഇത് കുറച്ച് നമ്മൾ തന്നെ ഒരു എക്സ്പെൻസീവാണ്. അങ്ങനെ കൂട്ടിയാൽ ഇത് കുറച്ച് എക്സ്പെൻസീവാണ് നമുക്ക്. അതാണ്. ഓക്കെ, ഇപ്പം ഏകദേശം 13 years ആയി അല്ലേ ക്യാപ്റ്റൻസി പദവിയിലിരിക്കുന്നത് അല്ലേ? അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ടീം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, മോട്ടിവേഷൻസ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ആസ് എ ടീം ലീഡർ എന്നുള്ള നിലയിൽ കാണുന്നത്? അപ്പോൾ BCCയിൽ വന്നിട്ട് ഏകദേശം ഒരു 11-12 വർഷമാണ്. ക്യാപ്റ്റൻസി 1-to-1 BCCയുടെ ക്യാപ്റ്റനായിട്ടൊരു 4 വർഷം കഴിഞ്ഞേക്കും. ഇപ്പോൾ ആദ്യത്തെ നമ്മുടെ ചലഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ടീം കുറച്ചുകൂടെ അതായത് പ്ലെയേഴ്സ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഒരു സമയമായപ്പോൾ പ്ലെയേഴ്സ് കുറച്ച് ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയെടുക്കാനായിട്ട് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് പ്ലെയേഴ്സിനെ കണ്ടെത്താനും, അതായത് ഡ്യൂട്ടി അവേഴ്സ്. കാരണം നമ്മുടെ ടീമിൽ കൂടുതലുള്ളതും മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി അറേഞ്ച്മെൻ്റൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പം റെഗുലർലി കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടാവണം എന്നുള്ളൊരു സ്ട്രാറ്റജി പ്ലാനായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഉള്ള കുറേ ഫൈൻഡ് ചെയ്ത് കുറേ നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഉള്ളത് ഒരു റെഗുലർ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് കളിക്കുമ്പോൾ, കാരണം നമ്മൾ ഈ കൂട്ടായ്മ വെള്ളിയാഴ്ച മാത്രമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച നമുക്കൊരു മിനിമം ഒരു 7-8 റെഗുലർ പ്ലെയേഴ്സിന്, അതായത് ഡ്യൂട്ടി ഓഫ് ഉള്ള ആൾക്കാരെ ഇപ്പോൾ ടീമിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ കൂടെ ലിജോയും ഞങ്ങളുണ്ട്, പിന്നെ ശരത്തേട്ടൻ്റെ സപ്പോർട്ടും എല്ലാവരും. ഇപ്പോൾ ഈ കാണുന്നത് എല്ലാവരുടെയും ഹാർഡ് വർക്കാണ്. അതിന് മുന്നിൽ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്ലെയേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഒരു ഒത്തൊരുമയോടുകൂടി കളിക്കാൻ പറ്റണം. നമുക്കിപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും ഈ ഒരാഴ്ചയിലെ ജോലിയുടെ പ്രഷർ ഇല്ലാതാക്കാൻ വേണ്ടി കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടതും അതാണ്. കാരണം അതൊരു സന്തോഷം, അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ട് സന്തോഷപരമായിട്ട് കളിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു പ്രഷർ മാറ്റി കളിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഇപ്പം മുന്നത്തുള്ള ഹാർഡ് വർക്കിങ്ങിന് ഇപ്പം നല്ല റിസൾട്ട് ഉണ്ട്, ഒരു കൂട്ടായ്മയുണ്ട് ഇപ്പം. അതുപോലെ തന്നെ ഇപ്പം മാച്ചസുകളൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ T20 അതുപോലെ തന്നെ 1 day മാച്ചസ്, അങ്ങനെ അതിലേതാണ് നിങ്ങൾ കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട്? ഇവിടെ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് മാച്ചസ് ആണ് ഉണ്ടാവാറ്. അപ്പോൾ ഒന്ന് T20 അല്ലെങ്കിൽ T16. അപ്പോൾ അത് ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ്. അപ്പം ഈ സമ്മർ സീസണിലാകുമ്പോൾ അത് T16 ആയിട്ട് മാറും. കുറച്ച് നേരത്തെ തുടങ്ങി, കാരണം ചൂട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട്. അല്ലാതെ തണുപ്പ് സമയത്ത് T20 കളിക്കും. നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കംഫർട്ട് T20 കളിക്കുന്നതാണ്. കാരണം കുറച്ചുകൂടെ നമുക്ക് എല്ലാവരെയും അതിൻ്റെ അകത്ത് മിങ്കിൾ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അവരവരുടെ ഒരു എഫേർട്ടിനനുസരിച്ച് പ്ലെയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റുന്ന T20 ആണ്. മറ്റേത് കുറച്ചുകൂടെ പ്രഷർ മാച്ച് ആയിരിക്കും. കാരണം ലിമിറ്റഡ് ഓവർ ആകുമ്പോൾ നമുക്ക് ചിലപ്പം ആ മോഡ് മാറ്റി കളിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ആ കളിക്കുന്ന പ്ലെയറിനും പ്രഷറാണ്, ഓപ്പോസിറ്റ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീം കൊടുക്കുന്നതും. മാക്സിമം അതെങ്ങനെയെങ്കിലും
മിങ്കിൾ ചെയ്ത് എല്ലാവർക്കും ഒരു ചാൻസൊക്കെ ആക്കി നമ്മളിങ്ങനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ കംഫർട്ട് ബോളിൽ നമുക്ക് എപ്പോഴും T20 ആണ് നല്ലത്. ഓക്കെ, താങ്ക് യു. 1-to-1 BCC ടീമിൻ്റെ ബെസ്റ്റ് ബൗളറാണല്ലേ? ആ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവില്ല ആസ് എ ബൗളർ എന്നല്ലേ, അതിനെ എങ്ങനെയാണ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? First of all, thanks to 1-to-1 Media for supporting us. ആസ് എ ബൗളർ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കളിക്കുന്ന ഈ ഒരു ഖത്തറിൽ അത്യാവശ്യം അറിയപ്പെടുന്ന വലിയ ബാറ്റ്സ്മാന്മാരും വലിയ പ്ലെയേഴ്സൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഞാനൊരു ബൗളർ എന്ന നിലയിൽ ഇവർക്കൊക്കെ ബോൾ എറിയാൻ പറ്റിയത് തന്നെ എനിക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ബൗളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര നല്ലണക്ക് ബോൾ എറിയുന്നു എന്നുള്ളൊരു കാര്യമല്ല, ആ ബോൾ അന്നത്തെ ദിവസം നല്ല രീതിയിൽ എറിയാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതിലുപരി ഇതൊരു ടീം പ്ലേയിങ് 11 അപ്പം നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ബോൾ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു ടീമിനെ ജയിപ്പിക്കാൻ കഴിയില്ല. അതിലേക്ക് ഈ ഒരു ബാക്കി 10 പേരുടെ കൂടെ ഒരു എഫേർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതുണ്ട്. താങ്ക് യു. 1-to-1 BCC ക്രിക്കറ്റിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് അല്ലേ ടീമിൻ്റെ? അപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാണല്ലോ ഖത്തറിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ആ ക്രിക്കറ്റ് ജേർണീനെ കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു 1-to-1 മീഡിയ. ഞങ്ങൾ ക്രിക്കറ്റ് ജേർണി കാണുന്നത് ഞങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കളിക്കാൻ ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. നമ്മൾ നാട്ടിലാകുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെയാണ് കൂടുതലും കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ ജോലിയുടെ ഇടയ്ക്കും ഫാമിലി ലൈഫിൻ്റെ ഇടയ്ക്കും എല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് കളിക്കാൻ അവസരങ്ങൾ കിട്ടി. പിന്നെ ജോലിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ വ്യാഴാഴ്ച നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കാണും. അപ്പോൾ ആ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളിയാഴ്ച തന്നെ ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തൊക്കെ ആയിരിക്കും ഞങ്ങൾ വെള്ളിയാഴ്ച കളിക്കാൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ ഖത്തറിൽ നല്ല ചൂടാണ്. അപ്പം ക്ലൈമറ്റും ഈ ഒരു ക്രിക്കറ്റ് പാഷനും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ് നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ. ഒന്നെങ്കിൽ ചൂടായിരിക്കും, എക്സ്ട്രീം ചൂടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ തണുപ്പായിരിക്കും, അല്ലെങ്കിൽ കാറ്റുണ്ടാകും. അപ്പം ഞങ്ങൾ പ്രോപ്പറായിട്ട് ഡീഹൈഡ്രേറ്റ് ആകാതെ റീഹൈഡ്രേറ്റ് ആയി വെള്ളമെല്ലാം കുടിച്ച് ഇതിനെല്ലാം തരണം ചെയ്താണ് ഞങ്ങൾ കൂടുതലും കളിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ നേരത്തെ ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു പിച്ചിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം എന്താ പറയുക ഫുള്ള് റഫായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇഞ്ചുറീസ് ഒക്കെ എങ്ങനെ ഒരുപാട് നിങ്ങളുടെ പ്ലെയേഴ്സിന് നിങ്ങളുടെ ടീംസിന് നേരിടാറുണ്ടോ? ഉണ്ടാകാറുണ്ട്, വളരെ കുറവായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് ഇവിടെ വന്ന് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഇതിലേ നമ്മൾ കളിക്കത്തുള്ളൂ. അതായത് നമുക്കറിയാം നമ്മളിവിടെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചുറി ആകും, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി ആകും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ വന്ന് ഈ ഒരു ടെറൈനിൽ കളിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു ആദ്യമായിട്ട് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതനുസരിച്ചേ കളിക്കത്തുള്ളൂ. ഖത്തറിലെ ക്രിക്കറ്റ് കൾച്ചർ അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അതിപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഏറ്റവും ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യൻ നാഷണാലിറ്റീസ് ആയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്കൻസ് അങ്ങനെയായിട്ട് നമുക്ക് ചേർന്ന് കളിക്കാനും ഒരു സൗഹൃദ മത്സരങ്ങളൊക്കെ കളിക്കാനും ഞങ്ങൾക്ക് ഇതുവരെയുണ്ട്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. അപ്പം അവരുടെ കൂടെ വന്ന് കളിക്കാനും അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്രിക്കറ്റ് ടാലൻസുകളൊക്കെ നമുക്ക് കാണാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഹായ്, നമസ്കാരം. ആസ് എ പ്ലെയർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഫസ്റ്റ് കളി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു ക്യാപ്റ്റൻസി എന്നുള്ള നിലയിൽ ഒരു ക്യാപ്റ്റൻ്റെ ഒരു മോട്ടിവേഷൻ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യം തന്നെ പറയാനുള്ള നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പം ക്യാപ്റ്റൻ എന്ന രീതിയിൽ പ്ലേയേഴ്സിനോട് നന്നായിട്ട് ഏത് രീതിയിലും സംസാരിക്കാൻ പറ്റും. അത് ആ പ്ലേയേഴ്സിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ മെയിനായിട്ട് ക്യാപ്റ്റൻ പറയുന്ന സ്വതസിദ്ധമായ ശൈലിയിൽ കളിച്ചു പോവുക, നിങ്ങളുടെ നോർമലായിട്ട് കളിക്കുക, നമുക്ക് കളി ജയിക്കുക, കണ്ടീഷൻ അടിച്ച് പ്ലേ ചെയ്യുക. അതാണ് മെയിനായിട്ടും ക്യാപ്റ്റൻ പറയുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കളി അനുസരിച്ച് അങ്ങ് ആ താളത്തിനൊത്ത് അങ്ങ് പോകും, സ്മൂത്തായിട്ട് അങ്ങ് പോകും. അതാണ് മെയിൻ. നിങ്ങളിപ്പോൾ ഒരുപാട് മാച്ചസുകൾ കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ടീമിന് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇമോഷണൽ ഒത്തിരി ഉണ്ട്. അതിലേതാന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാൻ പറയുമ്പോഴേക്കും മനസ്സിലേക്കൊന്നും വരുന്നില്ല. എന്നാലും ചില സമയത്ത് പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റാറുണ്ട്. അത് നമ്മളപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് കട്ട സപ്പോർട്ടായി അവർക്ക് വേണ്ട എന്താണോ കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാം.
എന്താണ് ഈ യങ്സ്റ്റേഴ്സിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനിയിപ്പം ഒരുപാട് ക്രിക്കറ്റ് ആൾക്കാർ ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വരുമല്ലോ, എന്താണ് നിങ്ങളുടെ ഒരു ഇത്? ക്രിക്കറ്റ് കളിക്കുക, അതോടൊപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോവുക, അത് ഫാമിലിയിലേക്ക് കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യുക, ബോണ്ട് ഇൻക്ലൂഡ് ചെയ്യുക. അത് നല്ല രീതിയിൽ ഫാമിലിയോട് ആകുമ്പോഴേക്കും അതൊരു നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു സപ്പോർട്ട് അവിടെ നിന്ന് മാറും, അവർക്കൊരു എനർജി ആവും. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട് ഇതിന്? ഭയങ്കര സപ്പോർട്ടാണ്. ജോബും ഇതും എല്ലായിട്ട് ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ സപ്പോർട്ട് എങ്ങനെയാണ്? ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്. സാജൻ അല്ലേ? ഓക്കെ. ഏതൊരു ടീമിനും ഒരു വിഷൻ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അതേപോലെ നിങ്ങളുടെ 1-to-1 ടീമിൻ്റെ മെയിൻ വിഷൻ എന്താണ്? നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ടീം ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 13 വർഷം കഴിഞ്ഞു. അന്ന് നമ്മളൊരു ചെറിയ വൈകുന്നേരങ്ങളിൽ ചെറിയ ഒരു സംസാരത്തിൽ തുടങ്ങിയ ഇതാണ് ഈ ടീം ഇപ്പോൾ ഒരു 13 വർഷത്തിൽ ഇത്രയും 35 മെമ്പേഴ്സോളം ഇരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇത് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ. ഈ ക്രിക്കറ്റ് കളി എന്നതിലുപരി ഇതൊരു ഫ്രണ്ട്ഷിപ്പായി ഒരാഴ്ചയിൽ ഒരു ദിവസം എല്ലാ സൗഹൃദങ്ങളും പുതുക്കുക, കാണുക, കളിക്കുക, അതിനുശേഷം ഭക്ഷണം കഴിക്കുക, സ്വകാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. ഇപ്പം നമ്മുടെ ഈ ഖത്തറിലെ പ്രവാസ ജീവിതത്തിൽ ഇവിടെ ഒരു ആവശ്യത്തിന് ആരെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം അതിനകത്ത് ഓടിയെത്തുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അന്ന് മുതലേ 2013 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 16 വരെ 2026 വരെയും ഈ ജേണിയിൽ തുടങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് നമ്മളെ വിട്ട് വേറെ രാജ്യത്തിലേക്ക് പോയി. സൈഫുക്ക, അതിപ്പോൾ സാം, തമ്പു, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം സിജു, സനോഷ്. പക്ഷേ അവരെല്ലാം ഇപ്പോഴും ഈ ഗ്രൂപ്പിനകത്തുണ്ട്. ഇവരാരും, അതാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഈ രാജ്യത്ത് നിന്ന് വിട്ടുപോയിട്ടും ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും അവർ മെമ്പറാണ്. അപ്പോൾ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ടീം ഇതാണ് 1-to-1 എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് ഇപ്പോഴും ഈ 1-to-1 കൊണ്ടുപോകുന്നതിന് കുറേ ആൾക്കാരുണ്ടാവില്ല. അതിനകത്ത് മെയിനാണ് നമുക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ. ഒന്ന് മൻസൂർക്കാണ് ഇത്രയും നാളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഈ ടീം ഫസ്റ്റ് ടീമിൻ്റെ സ്പോൺസർ എന്ന് പറയാൻ പറ്റില്ല. സ്പോൺസർ ഒരു ജേഴ്സി സ്പോൺസർ ചെയ്യുന്നതിൽ മാത്രമല്ലല്ലോ കാര്യം. ഒരു സ്പോൺസർഷിപ്പ് എന്നതിനെക്കാട്ടും ഒരു സപ്പോർട്ട് വേണമല്ലോ. എല്ലാത്തിനും ഒരു സപ്പോർട്ട് വേണം. നമുക്കൊരു എന്താ പറയുക, ഒരു ജ്യേഷ്ഠൻ്റെ സപ്പോർട്ട് വേണം, ഒരു സ്പോൺസറിൻ്റെ സപ്പോർട്ട് വേണം, പിന്നെ എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ട് വേണം. പിന്നെ അതേ സപ്പോർട്ട് അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ടാണ് ആ സപ്പോർട്ട് തരുന്നത്. അല്ലാതെ ഒരു ടീമിനെ ഒരു സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു ഇതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട പേര്, നമുക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, നമ്മുടെ മാനേജർ ശരത്തേട്ടൻ. അന്നും ഇന്നും ഒരൊറ്റ പേര്. നമുക്ക് 2013 ഞാൻ ക്യാപ്റ്റനായിട്ടുണ്ട്. അതിനുശേഷം ഇഷ്ടംപോലെ ക്യാപ്റ്റന്മാർ വന്നു, വൈസ് ക്യാപ്റ്റന്മാർ വന്നു, മാനേജ്മെൻറ്റ് വന്നു. പക്ഷേ അന്നും ഇന്നും ഒരേ ഒരു മാനേജറെ ഈ BCC ഉണ്ടായിട്ടുള്ളൂ, ഇനി ഉണ്ടാകത്തുള്ളൂ. അതാണ് നമ്മുടെ ശരത്തേട്ടൻ. നമ്മളെ ടീം എന്ന് വെച്ചാൽ ബർവ ക്രിക്കറ്റ് ക്ലബ്ബാണ്. അതൊരു 2014 ബർവ സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്ത് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ടീം എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നത്. അന്ന് തൊട്ടാണ് ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 1-to-1 മീഡിയ എന്ന് പറയുന്ന മൻസൂർ ഖാൻ്റെ 1-to-1 BCC അതായത് 1-to-1 നമ്മുടെ ടീമിലേക്ക് സ്പോൺസർഷിപ്പായി വരികയും അപ്പോൾ ഒരു നല്ല പേര് 1-to-1 എന്നുള്ള പേരിലേക്ക് മാറി ഇപ്പോൾ ഈ കാണുന്ന കൂട്ടായ്മ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഞങ്ങൾ ഈ ടീമിനെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ തന്നതിന് ഈ 1-to-1 മീഡിയയോടും പ്രത്യേകിച്ച് മൻസൂർ ഖാനോടും എൻ്റെയും ഈ ടീമിലുള്ള എല്ലാവരുടെയും ഹൃദയം കൊണ്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനിയും മൻസൂർ ഖാനെ കൂടുതൽ സപ്പോർട്ട്, അതായത് ഞങ്ങൾക്ക് നമ്മളൊരു ബേസിക്കലി ഒരു ടീമായിട്ട് കളിക്കുമ്പം ഒരാൾ നമുക്കൊരു ബാക്ക് ബോണായിട്ട് ഉള്ളത് നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്ന ഞങ്ങളെ മാനേജറാണ് ശരത്തേട്ടനാണ് ഞങ്ങൾ എല്ലാമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു അപ്പം ശരത്തേട്ടനോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ ടീം അംഗങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും ഞാൻ പറയുകയാണ്. നന്ദി. താങ്ക് യു.